തനന തന തന താ തനനന തനന തന തന താന തനന തന തന താ തനനന തനന തന തന താന തന്നന 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 തന്നാന 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 തനന തന തന താ തനനന തനന തന തന താന കാലത്തെ കച്ചവടം മെച്ചമായില്ലെങ്കിൽ ഈച്ചയ്ക്കും പൂച്ചയ്ക്കും വന്നതുപോൽ കച്ചവടം പൂട്ടിയിട്ട് കാശിക്ക് പോകാൻ കാശ് കടമെടുത്താകണമോ ഇന്ന് കാശ് കടമെടുത്താകണമോ തനന തന തന താ തനനന തനന തന തന താന കുപ്പിയും പാട്ടയും തപ്പിപ്പെറുക്കി നീ തെക്കും വടക്ക് നടന്നിടുമ്പോൾ കൂട്ടും ധരിച്ചു നീ കൂടിയും വെട്ടിച്ചു കൊട്ടാരം വിട്ടു കടന്നിടുമോ നീ കൊട്ടാരം വിട്ടു കടന്നിടുമോ തനന തന തന താ തനനന തനന തന തന താന ബംഗാളി പറയുന്ന മലയാളം കേട്ടപ്പം മലയാളി മഞ്ഞളിച്ചോടിയിടുന്നു മാഞ്ഞാലും തേഞ്ഞാലും മാറ്റി പറഞ്ഞാലും മലയാളം നമ്മൾ മറന്നിടുമോ ഈ മലയാളം നമ്മൾ മറന്നിടുമോ തനന തന തന താ തനനന തനന തന തന താന ചെമ്മാനം കണ്ടപ്പൻ ചെമ്മീനും ഭൂമിയിലും ചന്തി കുലുക്കി ചിരിച്ചിടുന്നു കാലത്തു കുളിയിട്ട് വെക്കുമെന്നറിയാതെ എന്തോരം തന്തോയം കാണിച്ചതാ നീ എന്തോരം തന്തോയം കാണിച്ചതാ തനന തന തന താ തനനന തനന തന തന താന തോണ്ടണ കണ്ടാലും മിണ്ടാതെ പോയാലും വട്ടായി പോയെന്നു തോന്നിപ്പോകും കൂട്ടിയിടിച്ചാലും വണ്ടിയിടിച്ചാലും വട്ടാന്നു മാത്രം പറയരുതേ ഇനി വട്ടാന്നു മാത്രം പറയരുതേ തനന തന തന താ തനനന തനന തന തന താന മിന്നലു പോലെ ചലിക്കണ വണ്ടി കൊച്ചു കുടുംബത്തിനോട്ടോ വണ്ടി പച്ചരി വാങ്ങാനും പട്ടിണി പോകാനും പട്ടണം ചുറ്റുമി കൊച്ചുവണ്ടി ഈ പട്ടണം ചുറ്റുമി കൊച്ചുവണ്ടി തനന തന തന താ തനനന തനന തന തന താന ഭൂതവും ഭാവിയും കെട്ടിച്ചമച്ചു നീ നാട്ടരെ പറ്റിക്കാൻ നോക്കിയിടുമ്പോൾ എള്ളോളമെങ്കിലും കള്ളം പറയാത്ത കാലവും കോലവും കാട്ടിടാമോ ആ കാലവും കോലവും കാട്ടിടാമോ തനന തന തന താ തനനന തനന തന തന താന ചങ്ങാതി ചൊവ്വെങ്കിൽ കണ്ണാടി വേണ്ടെന്നോ കണ്ടെങ്കോ കെട്ടു മറന്നതുപോൽ ചങ്ങാതിയെ കണ്ട് കണ്ണ് കടിച്ചിട്ട് കാലുവാരിത്തരം കാട്ടിടുന്നു ഇപ്പം കാലുവാരിത്തരം കാട്ടിടുന്നു തനന തന തന താ തനനന തനന തന തന താന തനന തന തന താ തനനന തനന തന തന താന തന്നന 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 തന്നാന 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 All Indians are my bros and sisters. Please note. കൊല നടത്തിയടാ എന്നോട് അടിമേടിക്കാനുള്ള വകുപ്പല്ല ആയോ ഈ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് മൊത്തം ഞാൻ അടി മേടിക്കും നീ പോടാ സള്ളജ് എന്തെങ്കിലും ആ ലോട്ടറി അടിക്കൂ എടുത്തു നോക്കടാ നിങ്ങൾ കളർ ടിക്കറ്റ് അല്ലേ ഉണ്ടുമ്പോളെ ഇപ്പൊ നാട്ടുകാരെ പറ്റിക്കാറിയിരിക്കുന്നെ നീ പോടി
അടി മേടിച്ചേ. പോലീസുകാരെ കൊണ്ട് നിനക്ക് നാലെഴുത്ത് അരിച്ചില്ലെങ്കിൽ എന്റെ പേര് പട്ടിക്കിട്ടോളാം. എന്നാ പിന്നെ ആയിരിക്കുന്നല്ലേ? നിന്റെ അമ്മയുടെ അജ്ജി മിക്കമ്മൽ എന്റെ പെൺ കട്ടൊന്ന് പോയി എന്റെ അപ്പന്റെ ബ്രാൻഡി കുപ്പി ഞാൻ ഇന്നലെ അടിച്ചു തീർത്തേ. നീ ഞാൻ കാണിച്ചു തരാം അവിടെ. അപ്പൊ പിന്നെ ഉള്ളത് നിന്റെ അമ്മയുടെ അജ്ജി മിക്കമ്മൽ എന്റെ പെൺ കട്ടൊന്ന് പോയി. ആ ബിജു എന്ന് പറഞ്ഞാൽ വെറുതെ വിടരുത്. അവനെന്നെ തെറി വിളിച്ചു. അവന് സർലയുടെ സ്വഭാവം ശരിക്കും അറിയാൻ വയ്യാഞ്ഞിട്ടാ. എന്നെ പിന്നെ നിങ്ങൾ ചൂടാനുള്ള കാര്യം പറ. ഞാൻ ലോട്ടറി വിൽക്കുന്നതിന് അവനെന്നാ കുഴപ്പം? കള്ളു കുടിച്ച വയറ്റി കിടക്കണം. പോലീസുകാരുടെ കയ്യിൽ നിന്ന് ഇടികൊള്ളാത്തന്നെ കുഴപ്പം അവന്. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണം, ഒരു പരാതി വേണം, അതല്ലേ ഉള്ളൂ. ചുമ്മാ തെറി പറഞ്ഞ് വന്നേ ഒരു പരാതി കൊടുത്തിട്ട് കാര്യമില്ല. കേസിന് ഗൗരവം വേണമെങ്കിൽ മറ്റു വെറുതെ എഴുതി ചേർക്കേണ്ടാക്കി വരും. അതെ വിജയ, നല്ല കനത്തിൽ ഒരു പരാതി എഴുതിയിരിക്കും. അവന് പോലീസുകാരുടെ നാലിടി കൊള്ളണം. എനിക്ക് അത്രയും. അയാളെന്താ തെറിയാ പറഞ്ഞേ? ഇക്കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഞാൻ റോഡ് വിറ്റ് വരുന്ന വഴിയിൽ കപ്പക്കാല വീട്ടിൽ 48 വയസ്സ് എന്നെ വഴിയിൽ തടഞ്ഞു നിർത്തുകയും പരസ്യമായി തെറി പറയുകയും കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തു. കേസിന്റെ ഒരു ബലത്തിലാണ്. അത് ശരിയാ. അതിന് ഒരു 3 സാക്ഷി കൂടെ ചേർത്തിട്ടുണ്ടോ? എടോ, സാക്ഷിയായിട്ട് തന്റെ പേരും വെച്ചിട്ടുണ്ടോ? എടോ, എനിക്ക് വല്ല പ്രശ്നം വരുമോ? എന്ത് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. പരാതിക്കാരിയും സാക്ഷിയും ഇവിടെ ഒപ്പിടണം. എനിക്ക് പണിയാവോ? ഇതെന്ത് കേസ് എന്നാ പറഞ്ഞു? റോഡിൽ വെച്ച് തെറി വിളിച്ച കേസേ. എന്നെ കുറിച്ച് ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? ഇല്ല. കോടതിയിൽ ഞാൻ ഗർജിക്കുന്ന ഒരു സിംഹമാണ്, അറിയാമോ? പോകൂല. സംഭവ സ്ഥലത്ത് സാക്ഷികൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല. ഒരു പാലും വെള്ളം, ഒരു ഏത്തപ്പഴം കൂടെ എടുക്കും. 2 സാക്ഷികളെ കൊണ്ടുവരണം. ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട് സാർ. അയാളോട് വരാൻ പറ. ഇതിനു മുമ്പ് കോടതിയിൽ സാക്ഷി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എങ്കിൽ റിഹേഴ്സൽ വേണ്ടി. നിങ്ങൾ ധൈര്യമായി എല്ലാം ഞാൻ വിറവട്ടയുടെ പൈസ കൊടുത്തേ. കേസ് നമ്മൾ ജയിക്കും. CC 214/2018 കപ്പക്കാല വീട്ടിൽ ബിജു 45 വയസ്സ്. CC 204/2018 വാദി സർല 40 വയസ്സ്. സംഭവ ദിവസം ബിജു എന്നെ കക്ഷി നിങ്ങളെ ചീത്ത വിളിക്കുകയും കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ശരിയാണ്? ശരിയാണ്. എങ്ങനെയാണ് നിങ്ങളെ കൊല്ലാൻ ശ്രമിച്ചത്? റോഡിൽ വെച്ച് തെറി വിളിച്ചു സാർ. അയാൾ നിങ്ങളെ തെറികൊണ്ടാണോ കൊല്ലാൻ ശ്രമിച്ചത്?
കക്ഷി നിങ്ങൾ എന്ന് വിളിച്ചെന്നല്ലേ നിങ്ങളുടെ പരാതി? ഇത്തരത്തിലുള്ള സംഭവം എൻ്റെ കക്ഷിയിൽ നിന്നും ഇതിനു മുമ്പ് നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? ഇല്ല. യാതൊരു പ്രകോപനവുമില്ലാതെ എൻ്റെ കക്ഷി നിങ്ങളെ ചീത്ത വിളിച്ചു എന്ന് പറയുന്നത് പച്ചക്കള്ളമല്ലേ? ചീത്ത വിളിച്ചു സാർ. അതിരിക്കട്ടെ, എന്ത് ആയുധം ഉപയോഗിച്ചാണ് നിങ്ങൾ കൊല്ലാൻ ശ്രമിച്ചത്? കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല, ചീത്ത വിളിച്ചു സാർ. പ്ലീസ് നോട്ട് ദ പോയിന്റ്. സാക്ഷികളെ കൂടി വിസ്തരിക്കാൻ അനുവദിക്കണമെന്ന് കോടതിയോട് അപേക്ഷിക്കുന്നു. യെസ്, പ്രൊസീഡ്. ഒന്നാം സാക്ഷി പാറക്കുഴി മോനായി 40 വയസ്സ്. രണ്ടാം സാക്ഷി കിഴക്കേപ്പറമ്പിൽ ബാബു 43 വയസ്സ്. നിങ്ങളിതെല്ലാം റെക്കോർഡാ? എൻ്റെ അളിയൻ്റെ മകളുടെ കല്യാണമാണ്. എനിക്ക് പെട്ടെന്ന് സാക്ഷി പറഞ്ഞിട്ട് പോകണം. അതെ, ഞാനും കൂടി കല്യാണത്തിന് വരാം, വന്നിട്ട് വിസ്തരിക്കാം. നിങ്ങളിൽ ഒരാൾ ഇറങ്ങിക്കും. യെസ്, പ്രൊസീഡ്. സംഭവ സ്ഥലത്ത് താങ്കൾ ഉണ്ടായിരുന്നല്ലോ? ഉണ്ടായിരുന്നു. ഈ സമയത്ത് എൻ്റെ കക്ഷി എന്ത് വേഷമാണ് ധരിച്ചിരുന്നത്? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? അതിന് അയാൾക്ക് തുണിയൊന്നും ഇല്ലായിരുന്നു സാർ. രണ്ടാം സാക്ഷി കിഴക്കേപ്പറമ്പിൽ ബാബു 43 വയസ്സ്. എനിക്ക് വിസ്താരം തുടങ്ങാം. CC 214/2018 കപ്പക്കാല വീട്ടിൽ ബിജു 45 വയസ്സ്. യെസ്, പ്രൊസീഡ്. നിങ്ങൾ സ്ഥിരം മദ്യം കഴിക്കാറുണ്ട് അല്ലേ? ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ എനിക്കൊരു സങ്കടം ബോധിപ്പിക്കാനുണ്ട്. യെസ്. ഞാനിവരെ ചീത്ത വിളിച്ചിട്ടില്ല സർ. ശബ്ദധാരാവലിയിലെ ഒരു പദം പ്രയോഗിച്ചു എന്ന് മാത്രം. അതൊന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം. അവരതി. പോയി ശബ്ദധാരാവലി എടുത്തോണ്ട് വരും. വാദിമൊഴികളുടെയും സാക്ഷിമൊഴികളുടെയും സാഹചര്യ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ഈ കേസ് കെട്ടിച്ചമച്ചതാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിനാൽ ബിജു കപ്പക്കാലയിൽ 45 വയസ്സ് എന്ന കക്ഷിയെ ഈ കോടതി നിരുപാധികം വിട്ടയക്കും.
ചേച്ചി, ഇവനെ പോലുള്ളവർക്കെതിരെ കേസ് കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല. നല്ല രണ്ട് തൊല്ലു കൊടുത്താൽ തീരാവുന്നതേ ഉള്ളൂ. Please, not the point.